നമസ്കാരം. ലോകത്ത് അനേകം ചെറിയ രാജ്യങ്ങളുണ്ട്. പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും സമ്പത്ത് കൊണ്ടും അവ വളരെ സൗന്ദര്യമുള്ള രാജ്യങ്ങളാണ്. വളരെ ചെറുതായ ഒരു രാജ്യത്തെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആ ദ്വീപസമൂഹം മാർഷൽ ദ്വീപുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പസഫിക് സമുദ്രത്തിൽ ഓസ്ട്രേലിയയ്ക്കും ഹവായ് ദ്വീപിനുമിടയിൽ ചിതറിക്കിടക്കുന്ന ദ്വീപുകളാണ് മാർഷൽ ദ്വീപുകൾ. 1156 ചെറിയ ദ്വീപുകളും 800-ലധികം പവിഴപ്പുറ്റു പ്രദേശങ്ങളും അടങ്ങുന്ന രാജ്യമാണ് മാർഷൽ ദ്വീപുകൾ. റിപ്പബ്ലിക് ഓഫ് മാർഷൽ ഐലൻഡ്സ് എന്നാണ് ഈ ദ്വീപുകൾ ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. രാജ്യത്തിൻ്റെ ഔദ്യോഗിക നാമം റിപ്പബ്ലിക് ഓഫ് മാർഷൽ ഐലൻഡ്സ് എന്നാണ്. സമുദ്രനിരപ്പിൽ നിന്നും അധികം ഉയരമില്ലാത്ത 29 ദ്വീപുകളിലാണ് ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകളും കഴിയുന്നത്. ബാക്കി ചെറിയ ദ്വീപുകളിലൊന്നും ജനവാസമില്ല. BC 2-ാം നൂറ്റാണ്ടിൽ മൈക്രോനേഷ്യക്കാർ ആദ്യമായി മാർഷൽ ദ്വീപുകളിൽ അവരുടെ കോളനി സ്ഥാപിച്ചു. പിന്നീട് സ്പെയിൻ, ജർമ്മനി, ജപ്പാൻ എന്നിവർ ഈ ദ്വീപുകളിലെത്തി. 2-ാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാനെ തോൽപ്പിച്ച അമേരിക്ക അവിടെ ആധിപത്യം സ്ഥാപിച്ചു. നീണ്ടകാലത്തെ ഭരണത്തിനു ശേഷം 1979-ലാണ് അമേരിക്ക ഈ ദ്വീപുകൾക്ക് സ്വയം ഭരണാധികാരം നൽകിയത്. 1986-ൽ അമേരിക്കക്കാർ ഇവർക്ക് സ്വതന്ത്ര രാജ്യമായ പദവി നൽകി മറ്റൊരു രാജ്യമാക്കി അതിനെ മാറ്റി. മാർഷൽ ദ്വീപുകളുടെ തലസ്ഥാനം മജൂറോ ആണ്. മാർഷൽ ദ്വീപിലെ ജനസംഖ്യ 53,500 അത് 2016-ലെ സെൻസസ് പ്രകാരമാണ്. 182 ചതുരശ്ര കിലോമീറ്ററാണ് മാർഷൽ ദ്വീപിൻ്റെ ആകെ വിസ്തൃതി. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം അണുപരീക്ഷണം നടത്താൻ അമേരിക്ക മാർഷൽ ദ്വീപസമൂഹത്തിലെ ചില ദ്വീപുകളെയാണ് തിരഞ്ഞെടുത്തത്. 1946-നും 1958-നും ഇടയിൽ 70ഓളം അണുപരീക്ഷണങ്ങൾ അവിടെ നടത്തി. അതോടെ മാർഷൽ ദ്വീപുകളിലെ കുറേ ദ്വീപുകൾ അണുപരീക്ഷണം നടത്തിയ ദ്വീപുകളൊന്നും തന്നെ മനുഷ്യവാസയോഗ്യമല്ലാതായി മാറി. ഇത് ലോകത്തിലെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഒരു രാജ്യമെന്നുള്ള നിലയ്ക്ക് 1000-ലധികം കുഞ്ഞു ദ്വീപുകളും 800ഓളം പവിഴപ്പുറ്റുകളും ചേർന്ന മാർഷൽ ദ്വീപുകൾ എന്ന രാജ്യത്തെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.